മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെ ആരോപണവുമായി നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സമീർ പയ്യനങ്ങാടി. മന്ത്രിയായിരിക്കെ അദാനി ഗ്രൂപ്പിൽ നിന്ന് പാർട്ടി ഫണ്ടിലേക്ക് 10 കോടി രൂപ വാങ്ങി. ഇത് ചോദ്യം ചെയ്തതിനെതിരെ തനിക്കെതിരെ കയ്യേറ്റമുണ്ടായതായും സമീർ പയ്യനങ്ങാടി ആരോപിച്ചു. ഈ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ അദാനി ഗ്രൂപ്പിൽ നിന്ന് 10 കോടിയോളം രൂപ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് PS പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള ആൾ മുഖാന്തരം കൈപ്പറ്റിയിട്ടുണ്ട്. അത് പാർട്ടി മീറ്റിങ്ങിൽ തന്നെ അതേക്കുറിച്ച് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫണ്ട് എവിടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന ട്രഷറർ അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല വിദേശ നാടുകളിൽ വ്യവസായ പ്രമുഖരെടുത്തത് വിദേശ നാടുകളിൽ നിന്ന് 15 കോടിയോളം രൂപ പിരിവെടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളും കമ്മിറ്റികളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഫണ്ട് അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടില്ല. ഏറ്റവും അവസാനം 2024 ഡിസംബർ 10 ചേർന്ന ഏറ്റവും അവസാനത്തെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത് കൃത്യമായിട്ട് കണക്കിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയും ആ സമയത്താണ് ഇവരുടെ വിഭാഗത്തിലെ ആളുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ എനിക്ക് നേരെ അസഭ്യവർഷവും കയ്യേറ്റവും നടത്തുകയും ചെയ്തിട്ടുണ്ട്. സേഠ് സാഹിബ് സെൻ്റർ എന്ന് പറയുന്ന ഒരു ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വിദേശങ്ങളിൽ നടക്കം വ്യവസായ പ്രവർത്തനം പിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദാനി ഗ്രൂപ്പിൽ നിന്നും ആ ഫണ്ട് വാങ്ങിയിട്ടുള്ളത്. അത് പാർട്ടി മീറ്റിങ്ങുകൾ നിരവധിയാണ്. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരൊക്കെ അതേക്കുറിച്ച് ചോദിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യപ്പെട്ടത്. ആരോപണത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് അഹമ്മദ് ദേവർകോവിലിൻ്റെ പ്രതികരണം.